കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവകാരുണ്യത്താൽ ഒരു പ്രാവശ്യം കൂടെ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ചെലവഴിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യവും സാവകാശവും അവസരവും ഒരുക്കിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ വളരെ വിനയത്തോടെ നമുക്ക് അടുത്തു വരാം. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ദൈവീകമായ സാന്നിധ്യത്തിൻ്റെ നിറവും ഇന്നത്തെ ധ്യാനത്തിന് ഒരുപോലെ അനുഗ്രഹമായി തീരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അതിനു മുൻപായി 5-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ 5, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരേണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകും. പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ വളരെ ഭയത്തോടും വളരെ വിനയത്തോടും അടുത്തു വരുന്നവരെയാണല്ലോ നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അത്രത്തോളം ദൈവത്തെ ഭയപ്പെട്ടും ഏകാഗ്രതയോടും ഒരുമിച്ച് വലിയവനായ കർത്താവിൻ്റെ മുൻപാകെ നമുക്കടുത്തു വരാം. നമ്മളുടെ ഹൃദയത്തെ തുറക്കാം. തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, ഒരു ദിവസം കൂടെ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാനിടയായല്ലോ. നടത്തിയ വിധങ്ങൾക്കായി, നടത്തിയ വഴികൾക്കായി, പരിപാലിച്ച അനുഭവങ്ങൾക്കായി എല്ലാറ്റിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കാരുണ്യം, അതല്ലാതെ മറ്റൊന്നും നമുക്കില്ല. ദൈവമേ, ഞങ്ങളെ ഈ ആയുസ്സിൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ വിളിച്ചു കൊണ്ടുവന്നല്ലോ. ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ മെടയപ്പെടുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ കണ്ട ദൈവമേ, ഈ പ്രഭാത സമയത്ത് അങ്ങയുടെ സന്നിധിയോടെ അടുത്തു വന്ന് അല്പസമയം പ്രാർത്ഥനാപൂർവം ഇരിപ്പാൻ, ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, പല വിധത്തിൽ ആകുലതയിലും പല വിധത്തിൽ സങ്കടങ്ങളിലും സമ്മർദ്ദങ്ങളിലും ഒക്കെ കൂടി കടന്നു പോകുന്നവരെ എല്ലാവിധത്തിലും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചവരെ ഒക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി നന്ദി പറയാം. എല്ലാവരുടെയും ചുണ്ടുകൾ അനക്കി പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. ഞങ്ങളുടെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. ദൈവമേ, നിന്റെ കാതുകൾ ഞങ്ങളുടെ ശബ്ദത്തിനായി തിരിക്കണമേ. മനസ്സലിവുള്ള ദൈവമേ, ഹൃദയപൂർവ്വം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവമേ,
ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് നമ്മെ തന്നെ തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരാം. എൻ്റെ കൂടെ പാടാതെ നിങ്ങളായിരിക്കുന്ന ഈ ഇടങ്ങളിൽ ഏറ്റവും ഹൃദ്യതയോടുകൂടെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് കരങ്ങളെ മലർത്തിക്കൊണ്ട് ദൈവമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ബലഹീനരായ മനുഷ്യരാണ്. എന്നാൽ ഏത് മനുഷ്യനും ദൈവസന്നിധിയിൽ തന്നെ തുറന്നു വെച്ചാൽ, ബലഹീനനാണെന്ന് സമർപ്പിച്ചാൽ, സമ്മതിച്ചാൽ കർത്താവ് കരുണ കാണിക്കുന്ന ദൈവമാണ്. ആരുടെ കണ്ണുകൾ നിറയുന്നു? കർത്താവിൻ്റെ കണ്ണുകൾ സജലങ്ങളായതിനെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആര് വേദനയോടെ ദൈവസന്നിധിയിൽ അഭയം തേടുന്നു അവരെയൊക്കെ അനുഗ്രഹിക്കുന്നതായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നത് അനുഭവിച്ച എത്രയോ ഭക്തരായ മനുഷ്യർ, പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ കരുണയോടെ ചേർത്ത് പിടിച്ച ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയൊക്കെ കരുണയോടെ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. കാൽവറിയിൽ നമുക്കായി കൈകാലുകളെ വിരിച്ചപ്പോൾ ആ വലിയ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. ഇരുവശങ്ങളിലേക്കും കൈകൾ നിവർത്തുമ്പോൾ, ആണികളാൽ തറയ്ക്കപ്പെടുമ്പോൾ മുഴുവൻ ലോകത്തെയും തൻ്റെ വിരുമാറിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ ജീവിതയാത്രക്കാരാ, ഈ സ്നേഹത്താൽ നീ നിറയപ്പെടുക. ഈ വലിയ ആർദ്രതയുടെ ഉടയവൻ്റെ അരികിലേക്ക് അടുത്തു വന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ആയുസ് മുഴുവൻ ദർശിപ്പാൻ ഇടയാകും എന്നുള്ള വലിയ സ്നേഹത്തിൻ്റെ വിളിയാണ് വിരുമാറ്. ഇരുഭാഗങ്ങളിലേക്കും കൈകൾ വിരിച്ചുകൊണ്ട് ക്ഷണിക്കുന്നതായ കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമ്മുടെ മേൽ, നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ ജീവന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കീറിത്തന്നവനാണ്. മുറിച്ച് പച്ചയായി ഇരിക്കുമ്പോൾ തന്നെ, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കാൽവറിയിലെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുവാൻ എത്രയോ എത്രയോ സഹനങ്ങളിലൂടെ അവൻ കടന്നുപോയിരിക്കും. എത്രയോ ഇടങ്ങളിൽ അവൻ വേച്ചും വീണും മുഴങ്കാലുകൾ മടക്കിയും ദാഹം ശമിപ്പിക്കുവാൻ അനേകരോട് യാചിക്കുകയാണ്. കയ്പുകാടി കുടിച്ചത് നമ്മളുടെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. താടിരോമങ്ങൾ വലിച്ച് പിഴുമ്പോഴും, കന്നത്ത് അടി സ്വീകരിക്കുമ്പോഴും, തലയിൽ മുൾക്കിരീടം മെടഞ്ഞ് വെക്കുമ്പോഴും, കവിളിലൂടെയും മുഖത്തിലൂടെയും രക്തം വാർന്നൊലിക്കുമ്പോഴും, ഓരോരുത്തരും അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുമ്പോഴും, ചമ്മട്ടി കൊണ്ട് പുറം ഉഴവുചാലുകൾ പോലെ അടിച്ച് കീറുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെയാണ് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. കർത്താവേ, 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 നീ എനിക്ക് വേണ്ടി. നമുക്കൊരുമിച്ച് പറയാം, കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഞങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവമേ,
ദൈവമേ, നിന്റെ അവസാന രക്തത്തുള്ളിയും അവസാന ശ്വാസം വരെയും തോറ്റുപോകാതെ നിൽപ്പാൻ നീ പകർന്നു തന്നവനാണ്, ഊറ്റിത്തന്നവനാണ്. നമുക്ക് നന്ദി പറയാം. യേശുവേ, നിനക്ക് നന്ദി. യേശുവേ, നിനക്ക് നന്ദി. ഒരുമിച്ച് പറഞ്ഞാട്ടെ, യേശുവേ, നിനക്ക് നന്ദി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എണ്ണിയാൽ തീരാത്ത വിധത്തിൽ എണ്ണമറ്റ നന്മകൾ കൊണ്ട് നമ്മെ അനുദിനം അനുഗ്രഹത്തോടെ നടത്തുന്ന ദൈവം, ഈ ആയുസ് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. കുടുംബമായി ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചവർ, ഇപ്പോൾ അവസരം ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയാം. ആരോഗ്യമുള്ള മക്കളെ ദാനമായി നൽകിയതിന് നന്ദി പറയാം. ക്ഷീണിതരായി ചില കുടുംബങ്ങളിൽ ചില മക്കളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനും കർത്താവേ ഹൃദയപൂർവ്വം നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഭവനമില്ലാതെ വിഷമിച്ചപ്പോൾ, തലചായ്പാൻ ഇടമില്ലാതെ വിഷമിച്ചപ്പോൾ, കർത്താവേ, ഞങ്ങൾക്ക് അതിനേക്കാൾ എത്രയോ വിശാലമായി ദൈവം ഒരുക്കിയ വാസസ്ഥലത്തെ കൂടാരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, നിനക്ക് നന്ദി. ദൈവമേ, നിനക്ക് നന്ദി. ദൈവമേ, നിനക്ക് നന്ദി. ആരുടെയും മുൻപിൽ കൈനീട്ടാതെ അനുദിനം അത്ഭുതകരമായ ആഹാരം തരുന്ന ദൈവമേ, നിനക്ക് നന്ദി. ദാഹജലം നൽകിയ ദൈവമേ, നിനക്ക് നന്ദി. വസ്ത്രം നൽകിയ ദൈവമേ, നിനക്ക് നന്ദി. ചെലവാക്കുവാൻ പണം നൽകിയ ദൈവമേ, നിനക്ക് നന്ദി. യാത്ര ചെയ്യുവാൻ ഒരു കൊച്ചു വാഹനമെങ്കിലും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവമേ, നിനക്ക് നന്ദി. ആരോഗ്യത്തിന് നന്ദി, വിശപ്പിന് നന്ദി, ദാഹത്തിന് നന്ദി, ക്ഷീണത്തിന് നന്ദി, എല്ലാ അനുകൂലതകൾക്കും പ്രതികൂലതകൾക്കും നന്ദി. ദൈവമേ, നന്ദി. കർത്താവെ, ഒരിക്കലും 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 നിന്നെ വിട്ടുപിരിയാതെ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും ദൈവവഴികളിലൂടെ യാത്ര ചെയ്യുവാൻ നന്ദിയോടെ 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 എല്ലാ അനുഭവങ്ങൾക്കും സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും തലയെ വണക്കിയാട്ടെ, എല്ലാറ്റിനും നന്ദി പറഞ്ഞാട്ടെ. എണ്ണമറ്റ നന്മകൾക്കായി നന്ദി, ഒരുക്കിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി, അനുകൂലവും പ്രതികൂലവുമായ ജീവിതാനുഭവങ്ങൾക്കായി നന്ദി, ക്ഷീണത്തിനും പ്രയാസത്തിനും നന്ദി, ബുദ്ധിമുട്ടുകൾക്ക് നന്ദി. കർത്താവേ, നീ നൽകിയിരിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായി നന്ദി. തിരിഞ്ഞു നോക്കിയാൽ അതേ കർത്താവേ നടത്തിയ വഴികൾ എത്ര വലുതാണ്. ഓരോ ചുവടുകൾ വെച്ചപ്പോഴും ദൈവം അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ വഴി നടത്തിയത്, അതിശയകരമായിട്ടാണ് വഴി നടത്തിയത്. പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ കൈപിടിച്ച് നടത്തിയ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയൊക്കെ വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. നമുക്ക് ഹൃദയപൂർവ്വം 3-4 വരികൾ നമ്മുടെ ഹൃദയത്തിലൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഒരു സമർപ്പണത്തിൻ്റെ അടയാളമായി തീരുന്നതിന് വേണ്ടി പാടുവാനായിട്ട് ശ്രമിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു,
നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. എല്ലാറ്റിനും നന്ദി പറഞ്ഞല്ലോ. എല്ലാറ്റിനും എന്തെങ്കിലും കാര്യങ്ങൾ ഈ നാളുകളിൽ നാം പ്രാർത്ഥിച്ചു. ദൈവമേ, അത് ലഭിച്ചാലും ഇല്ലെങ്കിലും നന്ദി. കാരണം എല്ലാ കാര്യങ്ങളിലും ദൈവമക്കളെക്കുറിച്ച് കർത്താവിന് വലിയ ഉദ്ദേശ്യമുണ്ട്. ദോഷമായിട്ടൊന്നും താതൻ ചെയ്യുന്നവനെ അല്ല. അതുകൊണ്ട് തന്നെ ദൈവമേ, എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൊണ്ടോ ഭക്തിയുടെ പൂർണ്ണത കൊണ്ടോ ഒന്നുമല്ല, ഞങ്ങളുടെ നന്മ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയൊന്ന് മാത്രം. അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവമേ, നിൻ്റെ കൃപ നമുക്കൊരുമിച്ച് ദൈവസന്നദ്ധിയിൽ അങ്ങനെ നന്ദി പറയുന്നതും അതോടൊപ്പം ഒരു പടി കൂടെ താണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പപേക്ഷിക്കും. ദൈവമേ, ചെയ്യേണ്ടത് ചെയ്യാതെ ചെയ്യരുതാത്തത് ചെയ്തു പലപ്പോഴും ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുന്നവരാണ്. ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ. ഇളയ മകൻ അപ്പൻ്റെ അരികിലേക്ക് പോയ ജീവിതാനുഭവം നാം ഓർത്താൽ അവൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്: ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും, അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കും. ഇനിയും നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരനിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കും. ഇത് ദാവീദ് 51-ാം സങ്കീർത്തനത്തിലും പറഞ്ഞത് നാം വിസ്മരിച്ചുകൂടാ. ദൈവമേ, ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തു ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചു, അലസത കാണിച്ചു, മടി കാണിച്ചു, അപക്വമായി നിന്നോട് പെരുമാറി. അവിവേകം ഞങ്ങളോട് പൊറുക്കണമേ. വിനയത്തോടെ നിന്റെ സന്നദ്ധിയിൽ അടുത്ത് വന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെയും മൊത്തമായി താഴ്ത്തിവെക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിനയത്തോടെ അടുത്ത് വരാം. നമുക്കൊരുമിച്ച് ദൈവസന്നദ്ധിയിൽ ഇങ്ങനെ പാടാം: ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ ആരാധനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനാ. അന്നു ഞാൻ അന്യനായ ആരാധനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനാ. എല്ലാറ്റിനും നന്ദി പറഞ്ഞ നാവുകൊണ്ട് അനുതാപ ഹൃദയത്തോടുകൂടെ അടുത്തു വന്ന് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിനോടകം നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ശ്രമിച്ചല്ലോ. നമ്മെ നടത്തിയ വിധങ്ങൾക്കും വഴികൾക്കുമായി ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവസന്നിധിയിൽ എന്തെങ്കിലും കർത്താവിന്
ഇഷ്ടമുള്ളത് ചെയ്യാതെയും ഇഷ്ടമല്ലാത്തത് ചെയ്തും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. വീണ്ടും നമുക്ക് ഒരു പടി കൂടെ താഴ്ത്താം. ഈ ദിവസം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ തലയെ വണക്കി നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞ് മനസ്സ് മുഴുവൻ ഒരു ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിനായും ഇടപെടലിനായും കാത്തിരിക്കുമ്പോൾ നമുക്ക് അനേകർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനായിട്ട് സഹായം, ശക്തി, കൃപ ദൈവമേ ആ ഉയർപ്പിൻ്റെ സാന്നിധ്യത്താൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആരെങ്കിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവരെ നമുക്ക് കൊണ്ടുവരാം. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാകട്ടെ, രോഗികളാകാം, ദുഃഖിതരാകാം, സാമ്പത്തികമായി തകർന്നവരാകാം, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരാകാം, ഒരു ഭവനമില്ലാത്തവരാകാം, കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോകുന്നവരാകാം, ഒരു പൈതലിന് വേണ്ടി കാത്തിരുന്നിട്ട് ലഭിക്കാതെ നാളുകളായിട്ടും പ്രാർത്ഥനയോടെ ചെലവഴിക്കുന്നവരാകാം, ഉപജീവന മാർഗം അടഞ്ഞുപോയവരാകാം, കടക്കണിയിൽ കിടന്ന് കുഴയുന്നവരാകാം, മുട്ടുന്ന വാതിലുകളെല്ലാം അടഞ്ഞു പോയതുപോലെ തോന്നുന്നവരാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, നാം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ എല്ലാവരുടെയും വിഷയങ്ങളെ നമുക്ക് ചേർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എല്ലാവരുടെയും ചുണ്ടുകൾ അനക്കിയിട്ട്, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളോട് മനസ്സലിയണമേ, കർത്താവേ ഞങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. കണ്ണും കാതും തുറന്ന് കേൾക്കുന്ന ദൈവമേ, അറിയുന്ന ദൈവമേ, ഇടപെടുന്ന ദൈവമേ, ചെങ്കടലിനെ വിഭാഗിച്ച ദൈവമേ, യോർദാനെ 2 ഭാഗങ്ങളിലേക്കും മാറ്റുവാൻ കരുണ കാണിച്ച ദൈവമേ, യെരിഹോ മതിലിനെ വീഴ്ത്തിയ ദൈവമേ, തൻ്റെ ജനത്തെ പരിപാലിച്ച ദൈവമേ, മരുഭൂമിയിൽ മന്ന നൽകിയ ദൈവമേ, കാടപ്പക്ഷിയെ നൽകിയ ദൈവമേ, പ്രതികൂലതകളെ അതിജീവിപ്പാൻ കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ അണഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കോവിഡ് എന്ന വലിയ വിപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിപ്പാൻ ഞങ്ങളിതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർക്കുവാൻ ശ്രമിച്ചു. യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. യേശുവേ, ഈ തരുണത്തിൽ ഞങ്ങളെ പരിപാലിക്കുമ്പോൾ ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാണെന്നും സമ്മതിച്ചല്ലോ. എവിടെയെങ്കിലും വീഴ്ചകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. കർത്താവേ, കുറവുകളെല്ലാം നികത്തി തിരുത്തി യഥാസ്ഥാനപ്പെട്ട് കർത്താവിൻ്റെ ഇഷ്ടം ഫലകരമായി നിർവഹിക്കുന്നവരായിരിക്കാൻ ദൈവം തുണ ചെയ്യണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചടുത്ത് വന്ന് പ്രാർത്ഥിക്കും. നമ്മൾ നിരത്തുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സ്വർഗത്തിൻ്റെ ആണിപ്പഴുതേറ്റ കരം നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞ നാവുകൊണ്ടും അനുദപിച്ച നാവുകൊണ്ടും നമുക്ക് ദൈവത്തോട് പറയാം, യേശുവേ, ഈ പാപിയായ എന്നോട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുവേ, ഞങ്ങളുടെ ദേശത്തോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തോട് കരുണയുണ്ടാകണമേ. ഭരണകർത്താക്കളോട് കരുണയുണ്ടാകണമേ. രാജ്യത്തോട് കരുണയുണ്ടാകണമേ. കർത്താവെ, പല വിധത്തിൽ ആതുര സേവനങ്ങൾ ഒക്കെ ചെയ്യുന്ന അനേക ഇടങ്ങളിൽ രക്ഷിക്കുവാൻ തക്കവണ്ണം തീവ്ര ശ്രമം, അത് ഹോസ്പിറ്റലുകളിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് വഴിത്താരകളിലാണെങ്കിലും ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അത്തരുണത്തിൽ ഫലകരമായ ധന്യമായ സേവനം വിശ്വസ്തയോടെ ദൈവത്തോടൊത്ത് ചെയ്യുവാൻ ഞങ്ങൾക്ക് ഉയരങ്ങളിലെ കൃപ നൽകണമേ. അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലത്ത് വിദ്യാലയങ്ങളൊക്കെ തുറക്കുന്നു, ഓരോ ഇടങ്ങളും തുറക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും അതേ കർത്താവെ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ആ വലിയ വിപത്തിന് ഇരകളായി തീരരുത്. ആരുടെയും അശ്രദ്ധ മൂലം ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. ആരുടെയും ഉദാസീനത നിമിത്തം ദൈവമേ, ആർക്കും ഈ പകർച്ചവ്യാധി വരുവാൻ ഇടയാകാതെ ദൈവിക പരിജ്ഞാനത്തിൽ
തങ്ങളെ തന്നെ ദൈവത്തോട് ചേർന്ന് സൂക്ഷ്മതയോടുകൂടെ സൂക്ഷിപ്പാൻ, സൂക്ഷ്മതയോടുകൂടെ ചുവടുകൾ വെപ്പാൻ, ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കാൻ സ്വർഗമേ കുഞ്ഞുങ്ങളുടെ മേൽ, അധ്യാപകരുടെ മേൽ, നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ മേൽ, കർത്താവേ ഓരോ കലാലയങ്ങളിലെയും പ്രവർത്തനങ്ങളുടെ മേലൊക്കെ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവരുണ്ട്, ആശുപത്രികളിൽ, മറ്റ് വിവിധ ഇടങ്ങളിൽ ആതുര സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർ യാതൊരു വിധത്തിലും ഒരു പ്രതിഫലവും ഇച്ഛിക്കാൻ വളരെ സമർപ്പണത്തോടുകൂടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അതരണത്തിൽ നീതിപൂർവമായി വിശ്വസ്തയോടെ തങ്ങൾക്കായിട്ടല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ, അത് സമയം കൊണ്ടാണെങ്കിലും, ആലോചന കൊണ്ടാണെങ്കിലും, പ്രാർത്ഥന കൊണ്ടാണെങ്കിലും, മധ്യസ്ഥത കൊണ്ടാണെങ്കിലും, എല്ലാ വിധത്തിലും മറ്റുള്ളവർക്ക് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനായ ദൈവം ഉയരങ്ങളിൽ നിന്ന് നൽകിയിട്ടല്ലാതെ നമുക്ക് എന്തുള്ളൂ? അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്: ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കിൽ ജീവനെ തന്നത്. ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കിൽ ജീവനെ തന്നത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കിൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭയേകു രക്ഷയേ. എൻ്റെ പാപഭാരവുമായി വല്ലഭയേകു രക്ഷയേ. നമുക്കെന്തെങ്കിലും ദൈവസന്നിധിയിൽ വ്യക്തിപരമായിട്ട് പറയുവാനുണ്ടെങ്കിൽ പറയാം. കർത്താവേ, മറ്റാരോടും പറയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില ഭാരങ്ങളുമായിട്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നത്. നീ എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായി നടത്തി. അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ നടത്തി. അതും ജീവിതത്തിൻ്റെ സത്യമായ അനുഭവം. ദൈവസന്നിധിയിൽ ബലഹീനമായ വാക്കുകളോടുകൂടെ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും സ്വർഗം കേട്ടു. ആകാശം കീറിമുറിച്ച് സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന ഒരു ദൈവം ഞങ്ങളുടെ കൊച്ചു പ്രാർത്ഥനകൾക്ക്, ബലഹീനതയോടുകൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് തുണ നിന്നത് നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കും. പറഞ്ഞാട്ടെ ദൈവമക്കൾ, വാതുറന്ന് പറഞ്ഞോട്ടെ. കരങ്ങൾ ദൈവസന്നിധിയിൽ മലർത്തിപ്പിടിച്ചു, നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു. എല്ലാറ്റിനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറക്കുന്ന പ്രാർത്ഥനയായിരിക്കും. ഒരു ചടങ്ങല്ല, ആരെയും ബോധ്യപ്പെടുത്തുവാനായിട്ടല്ല. ദൈവത്തോട് നമ്മുടെ ഹൃദയത്തെ പകരുവാൻ കുറച്ചു നേരം പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കും. താവേ, കരുണയുണ്ടാകണം. അന്യദേശത്ത് പാർക്കുന്നവരുണ്ട്, അവിടെ പോയി അധ്വാനിച്ച് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്കും പല വിധത്തിൽ കുടുംബമായിട്ടാണെങ്കിലും ഭാരത്തോടും സങ്കടത്തോടും ഒക്കെ കഴിയുന്നവരുണ്ട്. ജീവിതമാർഗങ്ങൾ അടഞ്ഞു പോകരുതേ. ആരംഭിച്ചിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ. പ്രതീക്ഷകൾ അണഞ്ഞു പോകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവേ, കരുണയുണ്ടാകണമേ. യേശുവേ, മനസ്സലിയണം. നാട്ടിൽ പലയിടങ്ങളിൽ അധ്വാനിക്കുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഓർക്കാം. കർഷകർക്കായി പ്രാർത്ഥിക്കും. ഈ നാളുകളിലൊക്കെ ജീവിതത്തിൻ്റെ സാധ്യതകളൊക്കെ അണഞ്ഞുപോയി. അനേകര് ജീവൻ
അടിയറ വെക്കുവാൻ കഴിയാതെ, ദൈവസന്നിധിയിൽ അടിയറ വെക്കുവാൻ കഴിയാതെ ജീവിതം തോറ്റുപോകും എന്നുള്ള നിരാശയുടെ അനുഭവത്തിൽ വേണ്ട എന്ന് വെക്കുവാൻ ചിന്തിക്കുന്ന പല ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും, അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. പിന്നെയോ സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അതിമഹത്വകരമായ അനുഭവം എന്ന് വിചിന്തനം ചെയ്യുക മാത്രമല്ല, ഉറച്ച വിശ്വാസത്തിലായിരിക്കാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ വീണ്ടും ദൈവസന്നിധിയിൽ നിർത്തും. തിരുസഭയ്ക്ക് വേണ്ടി മേൽപ്പെട്ടക്കാർ, പട്ടക്കാർ, സുവിശേഷകർ, ദൈവജനം എല്ലാവരെയും നമുക്ക് ഓർക്കാം. ആവശ്യഭാരത്തോടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവമേ കരുണയുണ്ടാകണമേ, ദൈവമേ മനസ്സലിയണമേ, ദൈവമേ മനസ്സലിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ധ്യാനം ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സമർപ്പിക്കാം. യഹോവയേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണല്ലോ. നമുക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഏറ്റവും ശ്രദ്ധയോടെ ഈ ഗാനമാല വിഭാൻ സ്വർഗമേ 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 പ്രാവ് പോലെ ഇറങ്ങി വന്ന ആത്മാവേ എൻ്റെ മേൽ ആവസിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, നിന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകും എന്നാവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ചേർന്ന് പാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഒന്നുകൂടെ പാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ദിവസം, ശാന്തതയുള്ള നിമിഷം, അനുഗ്രഹകരമായി മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിപ്പാൻ, ദേശത്തിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിപ്പാൻ, സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി, ആതുര സേവന രംഗത്ത് നിസ്വാർത്ഥ സേവനത്തിൽ അനേകയിടങ്ങളിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, കർത്താവെ, ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ്, നഴ്സസ്, സ്കൂൾ തലങ്ങളിൽ അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, കുഞ്ഞുങ്ങൾ, എല്ലാ ഇടങ്ങളിലും, എല്ലാ പ്രവർത്തന മേഖലകളിലും നീതിപാലകരായി കർത്താവെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കും. എല്ലാവിധത്തിലും സാധുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി, ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരെയും, ഒപ്പം നിൽക്കുന്നവരെയും, കൂടെ നിൽക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തം ജീവനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ബലിയാക്കി തന്ന കർത്താവേ, നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അനേകർ നിന്റെ വഴികളിൽ ചുവടുകൾ വെച്ചല്ലോ. അവരെ ശക്തീകരിച്ച പരിശുദ്ധമായ ആത്മാവേ, ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രാരംഭ നിമിഷത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്, പ്രാർത്ഥിക്കുകയാണ്.
സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇടപെടണമേ. ഈ ധ്യാനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ധ്യാനം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി ഭവിപ്പാൻ സ്വർഗം ഇടയാക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളോ കുറവുകളോ ഒന്നും ഓർക്കരുത്. തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ആളുകൾ, തങ്ങളെ തന്നെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ ശ്രമിച്ച പ്രിയപ്പെട്ടവർ, ദൈവമേ, അനേക വിഷയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിർത്തി എല്ലാ വിഷയത്തിൻ്റെ മേലും സ്വർഗ്ഗം ഇടപെടണമേ. കുറവുകളൊന്നും ഓർക്കരുതേ. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നവരെയും ഓർക്കും. എല്ലാവരെയും കരുണയോടെ കടാക്ഷിക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ നമ്മോടുകൂടെ തുടർന്നുള്ള നമ്മുടെ ജീവിതയാത്രയോടുകൂടെ എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.